ഒരിക്കൽ ഒരു യുവാവ് ജീവിതത്തിലെ പരാജയങ്ങളിൽ മനമൊടുത്ത് ഒരു കാട്ടിലേക്ക് നടന്നുപോയി. അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് ജീവിക്കാൻ ഒരു കാരണം നൽകൂ. എല്ലാവരും വിജയിക്കുമ്പോൾ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ പരാജയപ്പെടുന്നത്? അപ്പോൾ അയാൾക്ക് ഒരു അശരീരി കേട്ടു, ചുറ്റുമുള്ള പുല്ലിനെയും ഈ മുളഞ്ചെടിയെയും നോക്കൂ. അയാൾ നോക്കിയപ്പോൾ പച്ചപ്പുള്ള പുല്ലും വലിയൊരു മുളഞ്ചെടിയും കണ്ടു. ദൈവം തുടർന്നു, ഞാൻ പുല്ലിന്റെയും മുളയുടെയും വിത്തുകൾ ഒരേ ദിവസമാണ് പാകിയത്. ഞാൻ അവയ്ക്ക് കൃത്യമായി വെള്ളവും വെളിച്ചവും നൽകി. വളരെ പെട്ടെന്ന് തന്നെ പുല്ല് വളർന്നു പന്തലിച്ചു. എന്നാൽ മുളഞ്ചെടിയിൽ നിന്ന് ഒന്നും തന്നെ പുറത്തേക്ക് വന്നില്ല. എങ്കിലും ഞാൻ മുളയെ കൈവിട്ടില്ല. 2ാം വർഷവും പുല്ല് കൂടുതൽ പടർന്നു പന്തലിച്ചു. പക്ഷേ മുളഞ്ചെടിയിൽ ചലനമൊന്നും ഉണ്ടായില്ല. 3-4 വർഷങ്ങൾ കടന്നുപോയിട്ടും മുളയുടെ വിത്ത് മണ്ണിൽ തന്നെ കിടന്നു. 5ാം വർഷം മണ്ണിൽ നിന്നും ഒരു ചെറിയ മുള പൊട്ടി വന്നു. 6 മാസത്തിനുള്ളിൽ അത് 100 അടി ഉയരത്തിൽ വളർന്നു പന്തലിച്ചു. ദൈവം യുവാവിനോട് പറഞ്ഞു, മകനെ, കഴിഞ്ഞ 5 വർഷം ആ മുളഞ്ചെടി അതിന്റെ വേരുകൾ ആഴത്തിൽ വളർത്തുകയായിരുന്നു. ശക്തമായ വേരുകളില്ലാതെ അത്രയും ഉയരത്തിൽ വളരാൻ അതിന് കഴിയില്ലായിരുന്നു. നിന്റെ ഈ പരാജയകാലം നിന്റെ വേരുകൾ ബലപ്പെടുത്താനുള്ള സമയമാണ്. മറ്റുള്ളവരുമായി നിന്നെ താരതമ്യം ചെയ്യരുത്. മുളയ്ക്ക് അതിന്റേതായ സമയമുണ്ട്, നിനക്കും നിന്റേതായ സമയമുണ്ട്. ഈ വാക്കുകൾ കേട്ട യുവാവ് പുതിയ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. കഥ നൽകുന്ന പാഠം: നമ്മുടെ പരിശ്രമങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാത്തത് നാം പരാജയപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് വലിയൊരു വിജയത്തിന് മുന്നോടിയായി നമ്മുടെ അടിത്തറ ബലപ്പെടുന്നത് കൊണ്ടാണ്. ക്ഷമയോടെ കാത്തിരിക്കുക, നിങ്ങളുടെ സമയം വരും.